ട്രേഡേഴ്സ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലാണ് ഒരു കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തിരിക്കുന്നത്. 175 ക്വാണ്ടിറ്റി. ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 839.88 ഇപ്പോൾ ചെറിയൊരു നെഗറ്റീവ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇമീഡിയറ്റ്ലി നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വച്ചേക്കാം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഗ്രീനിലേക്ക് വരുന്നുണ്ട്. കുഴപ്പമില്ല. ജസ്റ്റ് ആദ്യം തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് വച്ചേക്കാം. 810-ഉം 811-ഉം 810-ഉം 11-ഉമാണ് സ്റ്റോപ്പ് ലോസ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ഗ്രീനിലേക്ക് വരുന്നുണ്ട്. ഞാനവിടുത്തെ നല്ലൊരു മൊമെൻറ്റം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒന്ന് സ്ലോ ഡൗൺ ആയത്. കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ഗ്രീനിൽ റൺ ചെയ്യുന്നുണ്ട്. കോസ്റ്റിൽ തന്നെ റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് അത്യാവശ്യം ഒരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യും എന്നാണ് എനിക്ക്. നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പ് സൈഡാണോ ഡൗൺ സൈഡാണോ നോക്കാം. ഇനി നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ്. ഇനി അല്ല അപ്പ് സൈഡിലേക്കാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. 175 ക്വാണ്ടിറ്റി 839-ലാണ് നമുക്ക് ബൈയിങ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കോസ്റ്റിൽ തന്നെ ഒന്ന് പറയാം. ജസ്റ്റ് മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് മൺഡേ ആണ്. നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ എൻട്രി പോയിൻറ്റും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും. ഇത് ആദ്യം വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ലൈൻ നോക്കണ്ട, ലൈൻ ജസ്റ്റ് ഞാൻ എൻട്രി പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ലൈൻ ഡ്രോ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ വളരെ സിമ്പിളായൊരു ട്രേഡാണ്. ജസ്റ്റ് മാർക്കറ്റിൻ്റെ കൂടെ തന്നെ ഒരു ഫോളോ അപ്പാണ്. മാർക്കറ്റിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് ട്രേഡിൽ എൻട്രി എടുത്താണ്. ജസ്റ്റ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും ആ ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ 1, 2 ഒരു ക്യാൻഡിൽ ബാക്കുള്ള ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ട ആ ഒരു ഹാമർന്ന് ഹാമർന്ന് വിളിക്കാം. എക്സാക്റ്റ് ഹാമർ ക്യാൻഡിലല്ല, അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം മേളിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ജസ്റ്റ് മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റിന് താഴത്തോട്ട് വന്നപ്പോഴാണ് ഞാൻ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. വെരി ഗുഡ്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം നല്ലൊരു സ്പൈക്കിൽ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമ്മളുടെ ടാർഗറ്റിലേക്ക് വെച്ചേക്കാം. അപ്പോൾ ഫൈൻ. ഈ ഒരൊറ്റ ക്യാൻഡിൽ കൊണ്ട് തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം നല്ലൊരു ഹോപ്പുള്ളൊരു ട്രേഡാണ്. സോ മാർക്കറ്റ് നമുക്ക് ഫേവർലി മൂവ് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ജസ്റ്റ് എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എന്ന് നോക്കാം. മൊമെൻറ്റത്തിനനുസരിച്ച് നമുക്ക് നമ്മളുടെ ഫൈൻ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം മേളിലേക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരു 2000 എഗെയിൻ താഴത്തോട്ട് വരുന്നുണ്ട്. 839 ആണ് നമ്മളുടെ എൻട്രി. അപ്പോൾ 889 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 889 നമ്മളുടെ ടാർഗറ്റ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2000+ ഒരു ടാർഗറ്റ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. നോക്കാം ട്രേഡേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് മാർക്കറ്റിൻ്റെ ടാർഗറ്റ് വേണമെങ്കിൽ ടാർഗറ്റിനെ എഡിറ്റ് ചെയ്യോ. ഒരു 6000+ പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ എഡിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ലോസിലേക്ക് വെച്ചേക്കാം. സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് നമ്മളുടെ കോസ്റ്റിലേക്ക് വെച്ചേക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഒരു മെസ്സേജ് വന്നത് നോക്കിയോണ്ടാണ്. ഫൈൻ. അപ്പോൾ ഇന്ന് അത്യാവശ്യം ഇത് നല്ലൊരു കോൺഫിഡൻ്റ് ഉള്ളൊരു ട്രേഡാണ്. സോ നോക്കാം എങ്ങനെയാണ്. നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, മാർക്കറ്റും കൂടെ അത് തരണം എന്ന് വിചാരിക്കുന്നുണ്ട്. സോ നോക്കാം. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ അനുസരിച്ച് നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ എക്സിറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. എക്സിറ്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ എത്ര മേളിലേക്ക് പോയാലും എത്ര താഴത്തേക്ക് പോയാലും സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഇനിയിപ്പോൾ ഒരു 6000+, ഒരു 80% അബവ് നമ്മൾക്ക് പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ കോസ്റ്റിലേക്ക് കൊണ്ട് വച്ചേക്കാം. ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്റ്സ് അവേ ഫ്രം അവർ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് വച്ചേക്കാം. ഇപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിൽ ഞാൻ ഇവിടുന്ന് കണ്ടിന്യൂസ്ലി ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് പ്രതീക്ഷിച്ചത്. അതാണ് പക്ഷേ മാർക്കറ്റ് അവിടുന്ന് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുന്നൊരു റെഡ് ക്യാൻഡിലൊന്നും അറിയില്ല. സോ എവറിത്തിങ് ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റാണ്. ഇനിയിപ്പോൾ താഴത്തോട്ടാണ് വരുന്നതെങ്കിലും വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ബെയറബിളായ ഒരു ചെറിയൊരു പോയിൻ്റ് ഓഫ് സ്റ്റോപ്പ് ലോസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു പ്ലേസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2500 2600 റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. 3000 വരാൻ മാർക്കറ്റിനൊരു മടി. കുറേ നേരമായി 2000+ കിടന്ന് കറങ്ങുന്നു.
പിന്നൊരു കാര്യം പറയാനുള്ളത്, ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ പുള്ളിക്കുള്ള റിപ്ലൈ ആണ്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്താൽ, അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിലൂടെ പറയാമെന്ന് പറഞ്ഞത്. എന്നോട് ഫണ്ട് മാനേജ് ചെയ്യുമോ, ആളുടെ കയ്യിൽ അത്യാവശ്യം ഫണ്ടുണ്ട്, അപ്പോൾ എന്നോടൊന്ന് മാനേജ് ചെയ്യുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു കാരണവശാലും അത് ചെയ്യില്ല, ഞാനും ചെയ്യില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ആരെക്കൊണ്ടും അത് ചെയ്യിക്കരുതെന്നാണ്. നിങ്ങളുടെ ഹാർഡ് ഏൺ മണിയാണ്. അപ്പം ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ലോസ് വന്നു, അല്ലെങ്കിൽ ഒരു 10 ട്രേഡിൽ എനിക്ക് ഇന്ന് ലോസ് വന്നു, അല്ലെങ്കിൽ ഇനി കണ്ടിന്യൂസ്ലി അടുത്ത ദിവസങ്ങളിൽ 10 ട്രേഡിൽ എനിക്ക് ലോസ് വന്നാലും ഇത് എൻ്റെ മണിയാണ്. എനിക്ക് അഫോർഡബിളും ബെയറബിളും ആയ ഒരു മണിയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. സോ അത് എന്നെക്കൊണ്ടെന്നല്ല, നിങ്ങൾ ആരെക്കൊണ്ടും അങ്ങനത്തെ ഒരു മണി മാനേജ്മെൻറ്റ് മീൻസ് മാർക്കറ്റിൽ അങ്ങനെ ഒരു നിങ്ങളുടെ പൈസ ഇട്ടിട്ട് അവരെ കൊണ്ട് അത് മാനേജ് ചെയ്യിച്ചാൽ അങ്ങനെ കിട്ടുമായിരിക്കാം, ഇല്ലായിരിക്കാം, അത് ഡിപ്പെൻസ്. ചിലപ്പോൾ കിട്ടിയെന്നും വരാം, നല്ല പ്രോഫിറ്റബിൾ ആയെന്നും വരാം, ഭയങ്കരമായ കാശ് നിങ്ങൾക്ക് കിട്ടിയെന്നും വരാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. കാരണം നിങ്ങൾ ഹാർഡ് ഏൺ മണിയാണ്, അതൊരിക്കലും നശിപ്പിക്കരുത്. നിങ്ങൾ സ്വയമേ ഒരാളുടെയും കോഴ്സും എടുക്കേണ്ട കാര്യമില്ല. യൂട്യൂബുകളിൻ്റെ അകത്ത് തന്നെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻസ് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സ്റ്റോക്സിലാണെങ്കിലോ എന്തിലാണെങ്കിലും ചെയ്താൽ മതി. സ്വിംഗ് ട്രേഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻട്രാഡേ ആണെങ്കിലോ നിങ്ങളുടെ ഒരു വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് യോജിക്കുന്നത് നോക്കി അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ആരെക്കൊണ്ടും യാതൊരു കാരണവശാലും മണി മാനേജ് ചെയ്യിക്കാൻ നോക്കരുത്. പിന്നെ അവസാനം അത് പോയിട്ട് പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഏകദേശം ഒരു 3000+ ഒരു ടാർഗറ്റ് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. 4000 വെരി ഗുഡ്. ഒരു 6000+ ഒരു പ്രോഫിറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെയും കൂടെ ട്രെയിൽ ചെയ്യാൻ ട്രേഡേഴ്സ് ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ക്യാൻഡിൽ തന്നെ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും എന്നാണ് വിചാരിച്ചത്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം താങ്കൾക്ക് അതിൽ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യൂ, അടുത്ത വീഡിയോയിൽ ഞാനത് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ യാതൊരു കാരണവശാലും പിന്നെ ചെയ്യിക്കാം. ഇപ്പം ഞാൻ SIP ചെയ്യുന്നുണ്ട്. SIP ഞാൻ ചെയ്യുന്നത് കാനറ ബാങ്ക് ത്രൂ ആണ്. സോ അപ്പം കാനറ ബാങ്കിൻ്റെ SIPയിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മളെപ്പോലെയല്ല, അത് വലിയ ആൾക്കാരാണ്. 5000+ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്, ഫൈൻ. അപ്പോൾ അത് നമ്മളെപ്പോലെയല്ല, വലിയ ആൾക്കാരാണ് അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോലെയുള്ള ചെറുകിട റീറ്റെയിലേഴ്സിനെ കൊടുത്ത് നിങ്ങളുടെ ഹാർഡ് ഏൺ മണി നശിപ്പിക്കരുത്. അതൊരിക്കലും അഡ്വൈസബിൾ അല്ല. അപ്പോൾ അത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാളുടെ ഡൗട്ടല്ലേ, പുള്ളി തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും പുള്ളി ഒരു ഇൻവെസ്റ്റ് ചെയ്ത് ഒരു റിട്ടേൺ ബാക്ക് കിട്ടണം എന്നായിരിക്കും പുള്ളിയും വിചാരിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, സ്വന്തമായിട്ട് ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരുപാട് ഈ കാനറ ബാങ്കുമല്ല, പിന്നെ എല്ലാ ബാങ്കുകൾക്കും SIP അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്ക് ഹൈലി റിട്ടേൺ തന്നൊരു സാധനമാണ് SIPയിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫണ്ട് ഉണ്ടെങ്കിൽ ഏത് ബാങ്കിലും, എല്ലാ ബാങ്കിലും നല്ല ബാങ്കുകളിൽ നോക്കിയിട്ട് നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് അതവരും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിലാണ്. സോ യു വിൽ ഗെറ്റ് എ ഗുഡ് റിട്ടേൺ ഫ്രം ദി മാർക്കറ്റ്. അപ്പോൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ കാണുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് അതൊക്കെ ജസ്റ്റ് കണ്ടു നോക്കുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് എൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യമാണ്. ഇതിൻ്റെ അകത്ത് പലവർക്കും പല അഭിപ്രായങ്ങളുണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനും യോജിച്ച രീതിയിൽ ചെയ്യുക. ഇപ്പോൾ ഒരു 4000+ ഒരു ടാർഗറ്റ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമുക്ക് ഒരു 6000+ ടാർഗറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്യാം. ഞാൻ നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ഒരു 6000+ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റ്ലി കൊണ്ട് വെച്ചേക്കാം. ഇനിയിപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് നമുക്ക് എഗ്നിസ്റ്റായിട്ട് മൂവ് ചെയ്ത് താഴത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിറങ്ങാം. 882, 883, 889 ആണ്. ജസ്റ്റ് ഫ്യൂ പോയിൻറ്റ്സ് അവേ ഫ്രം അവർ ടാർഗറ്റാണ്.
വീണ്ടും 877 വീണ്ടും താഴത്തോട്ട്. സ്പോട്ട് വൈസ് ഏകദേശം നമ്മളുടെ ടാർഗറ്റ് 874, ഏകദേശം സ്പോട്ട് വൈസ് ഏകദേശം നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായ പോലെയാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല, കാരണം നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് കോസ്റ്റിൽ കൊണ്ട് വച്ചേക്കാം. വളരെ കഷ്ടപ്പെട്ടാണ് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് ഏരിയ എത്തുമ്പോൾ മാത്രം മാർക്കറ്റും പയ്യെ സ്ലോ ഡൗൺ ആവുന്നു. എനിവേയ്സ്, നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 899 ആണ്. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടോന്നറിയില്ല, ജസ്റ്റ് 8 ഒരു 4 to 5 പോയിൻറ്റ്സിനുള്ളിലാണ് അവിടെ നിന്നാണ് മാർക്കറ്റ് റിജക്ഷൻ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ഇനിയിപ്പോൾ റിജക്ഷൻ കാണിച്ചാലും നമ്മൾ കൂളാണ്. അത്യാവശ്യം നല്ല റിജക്ഷനായി, നമ്മളുടെ ടാർഗറ്റ് ഏരിയയിൽ നിന്ന് തന്നെ നല്ല റിജക്ഷനായി. ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡേഴ്സ്, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റിൽ നമ്മളുടെ പ്രോഫിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ താഴത്തോട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ കുറയുന്നുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ജസ്റ്റ് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഹിറ്റ് ചെയ്താൽ പിന്നെ ഒരു റീ എൻട്രി ഒരു ട്രെയിൽ എടുക്കത്തില്ല, അല്ലെങ്കിൽ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ. 846 ആണ് നമ്മളുടെ 45ഉം 46ഉം നമ്മളുടെ കോസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സ് അവേ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇപ്പോൾ ഒരു നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് മാർക്കറ്റ് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു നല്ലൊരു റെഡിഷ് ക്യാൻഡിലാണ്, ഒരു ഇൻവേർട്ടഡ് ഹാമറും കൂടിയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭയങ്കര നല്ലൊരു കോൺഫിഡൻസ് ഉള്ളൊരു ട്രേഡായിരുന്നു. ഓക്കെ, ദാറ്റ് ഇങ്ങനെ ഹാപ്പൻസ്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ട്രേഡ്. ട്രേഡേഴ്സ് അഗെയിൻ മാർക്കറ്റ് നമ്മളുടെ ഡയറക്ഷനിലേക്ക് വരുന്നുണ്ട്. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് ട്രെയിൽ ചെയ്ത് നമ്മളുടെ ടാർഗറ്റിലേക്ക് ഒന്നും കൂടെ വച്ചേക്കാം. 879, 880 നമ്മളുടെ ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിന് തൊട്ട് മുന്നേ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ 879 നമ്മളുടെ ടാർഗറ്റ്, 889 നമ്മളുടെ ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6000+ ഒരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വലിയ ലെങ്തി വീഡിയോ ആയി, ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റ് ഒരു രക്ഷയില്ല. നമ്മുടെ സ്പോട്ടിൻ്റെ ചാർട്ട് പ്രീമിയത്തിൻ്റെ ചാർട്ട് ഒന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കണം, നമ്മളുടെ ടാർഗറ്റ് എത്ര ക്ലോസ് എത്തിയിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയെന്ന് നോക്കണേ. അതാണ് സങ്കടം. പ്രോഫിറ്റ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എത്ര ക്ലോസ് എത്തിയിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സും റിജക്ഷനും കാണിക്കുന്നതെന്ന് നോക്കണേ. എനിവേയ്സ്, എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റ് കണ്ടീഷനാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്ന് താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എൻട്രി പ്രൈസിൽ തന്നെ നമ്മളുടെ കോസ്റ്റിനെ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് വയ്ക്കാവുന്നതാണ്. നോക്കാം ട്രേഡേഴ്സ് മാർക്കറ്റിൽ അഗെയിൻ നല്ലൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട്. വീണ്ടും നമ്മളുടെ ടാർഗറ്റിനെ ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൽ കൊണ്ടുവച്ചേക്കാം. 844ഉം 845ഉം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. മാർക്കറ്റ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്യാം. ജസ്റ്റ് എത്ര അടുത്തെത്തിയിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് റെഡിഷ് ക്യാൻഡിൽ ഫോമായി താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എനിവേയ്സ്, ഇപ്പോൾ ഒന്നും ചെയ്യാനല്ല.
നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, നമ്മളുടെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ആയിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇപ്പോൾ ജസ്റ്റ് കോസ്റ്റിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ട്രേഡേഴ്സ് ഇന്നത്തെ ട്രേഡ്. ഇനി ഏതെങ്കിലും ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.